സ്നേഹമുള്ള വികാരി അച്ഛ, സിസ്റ്റേഴ്സ്, എനിക്ക് വിശിഷ്ട അതിഥികളെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ഇടവകാംഗങ്ങളെ, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മജീഷ്യനൊന്നുമായിട്ടല്ല. ഞാനിവിടെ വന്നപ്പോൾ മുതൽ എന്നോട് പറയുകയാണ് ഒരു മാജിക്ക് കാണിക്കണമെന്ന് പറഞ്ഞ് പുറകെ നടന്ന കുറേ പേരുണ്ട്. ഞാൻ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ആ ആഗ്രഹം കൂടി ഒന്ന് സഫലീകരിച്ചുകൊണ്ട് പോകാമെന്ന് മാത്രം വിചാരിച്ചു. നിങ്ങളുമായിട്ട് ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ആദ്യമേ തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു 100 രൂപ നോട്ട് തരാൻ കാണുമോ? ആരുടെയെങ്കിലും പ്ലീസ്, ആരെങ്കിലും? ആ, കിട്ടി കിട്ടി കിട്ടി. ഓക്കെ, താങ്ക് യു. എൻ്റെ കയ്യിൽ ഒരു കഷ്ണം ടവലുണ്ട്. ഇതിൻ്റെ കളർ എന്താണ് മനസ്സിലാവുന്നുണ്ടോ? ബാക്കി നിൽക്കുന്നവർക്കൊക്കെ യെല്ലോ. ഇതൊരു 100 രൂപ നോട്ടാണ്. യാ, ഓക്കെ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ചിന്ത ഞാൻ കുഞ്ഞുങ്ങൾക്കുമായിട്ട് എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. റൊമാനോ റൂഫിനോ എന്ന ഒരു ഗാനരചയിതാവിന് ഒരിക്കൽ ലൂയിസ് രാജാവ് ഒരു സമ്മാനം, ഒരു റിസ്റ്റ് വാച്ച് സമ്മാനം കൊടുത്തു. ആ സമ്മാനം രാജാവ് തന്നതാണല്ലോ എന്ന് വിചാരിച്ച് വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ റൂഫിനോയുടെ ഒരു ഫ്രണ്ട് ആ വീട്ടിൽ വന്നു. ഈ വാച്ച് കാണാനിടയായി. അദ്ദേഹം അതെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ അതിൽ അതീവ രഹസ്യമായി ഒരു ബട്ടൺ കണ്ടു. ആ ബട്ടൺ ശക്തമായി അമർത്തിയപ്പോൾ അതിൽ നിന്നും മനോഹരമായ ഒരു ചിത്രം വന്നു. ആ ചിത്രം മറ്റാരുടേതുമായിരുന്നില്ല, റൂഫിനോയുടെ തന്നെ ചിത്രമായിരുന്നു. റൂഫിനോയ്ക്ക് ഒത്തിരി സങ്കടം തോന്നി. ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഇതിനകത്ത് രാജാവ് തന്ന ആ ചിത്രം കാണാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ പാരിഷ് ഫെസ്റ്റ് ഘോഷിക്കുകയാണ്. ഇന്ന് ഈ സമയം വരെ ഈ സ്റ്റേജിലൂടെ നിങ്ങളുടെ കലാവിരുന്നുകൾ ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് നന്മകളുടെയും കഴിവുകളുടെയും നിക്ഷേപങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ റൂഫിനെ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ കണ്ടെത്താനായിട്ടില്ല എങ്കിൽ, ഇനിയും ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ ഈ ഇടവകയിൽ വന്നപ്പോൾ നമ്മുടെ യൂണിറ്റ് പ്രയറിന് ബൈബിൾ പാസേജ് വായിക്കും. അതിൻ്റെ മെസ്സേജ് കുട്ടികൾ പറയുന്നത് കേട്ടപ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ വണ്ടർ തോന്നിയിട്ടുണ്ട്. എനിക്ക് പോലും കിട്ടാത്ത ചിന്തകൾ അവർ പങ്കുവെച്ചപ്പോൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്. ഒരു കൊച്ച് ഞാൻ ഓർക്കുകയാണ്, ആദ്യം പാട്ട് പാടിയപ്പോൾ അവൻ്റെ കാല് തമ്മിൽ കിടുകിടാന്ന് വിറയ്ക്കുകയായിരുന്നു. ഇന്നവൻ നല്ല സൂപ്പർ ഗായകനായി തീർന്നു. നമ്മുടെ ഇടവകയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ദൈവം തന്ന ദാനം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. നമുക്കൊന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഒരു ബാഗ്, എംറ്റി ബാഗ്, നമ്മൾ ഈ ബേക്കറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ള അതേ മോഡലിലുള്ള ഒരു ബാഗാണ്. ഇതിനകത്ത് യാതൊന്നുമില്ല.
ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ ചെന്നപ്പോൾ നമ്മുടെ മാർട്ടിൻ, കൈക്കാരൻ മാർട്ടിൻ എന്നോട് പറഞ്ഞു, 100 രൂപ തന്നാൽ അത് ഇരട്ടിപ്പിച്ച് തരാമോ എന്ന്. നമുക്ക് നോക്കാം. ഇതാ എൻ്റെ കയ്യിൽ കളർഫുള്ളായ ഒരു ഷീറ്റ് ഞാനിത് ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഏത് സൈസിലും വഴങ്ങുന്ന ഒരു കഷ്ണം എന്താ പറയുക, കയർന്ന് വേണേൽ പറയാം അല്ലേ. ഇന്ന് നമുക്കറിയാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാസലഹരിയുടെയും കരാളഹസ്തത്തിൽപ്പെട്ട് ഒരുപാട് യുവജനങ്ങൾ എന്തിനു വേണ്ടു കൗമാരപ്രായക്കാർ പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ സംഭവിക്കാൻ ചിന്തിക്കാറുണ്ടോ? തൻ്റെ ഇടത്തോടുകൂടി നിങ്ങളെ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഇടത്തോടെ നോ പറയാനുള്ള തൻ്റെ ഇടത്തം നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും കൗമാരപ്രായക്കാർക്കും ഉണ്ടാകണം. അല്ലാതെ ഈ വള്ളി പോലെ ചുറ്റിപ്പിണഞ്ഞ് വളഞ്ഞൊടിയല്ല വേണ്ടത്. ഞാൻ കുറച്ച് തുണ്ടുകടലാസ് നിങ്ങളുടെ തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെയിൻസിൻ്റെ പേര് എല്ലാവരും വേണ്ട, എല്ലാവരും കൂടെ വരുമ്പോൾ ഒത്തിരി സമയമാവുകൊണ്ട് ഏതാനും 8, 10, 12 പേരൊക്കെ ഇതിലൊന്ന് എഴുതുക. വിശുദ്ധകളുടെ പേരാണ്. കുട്ടികൾ താഴെ ഓക്കെ. സെയിൻസിന്റെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ഒരു ബാഗ്, ഒരു സഞ്ചിയുണ്ട്. ഒരു എംപ്റ്റി സഞ്ചിയാണ്. ഇതിനകത്ത് യാതൊന്നും ഇല്ല, കാണാം. ഇതിലേക്ക് നിങ്ങൾ എഴുതിയ തുണ്ട് ഇട്ടോളുക. തീർന്നു പോയി, കാറില്ല. ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
കുട്ടികൾ എഴുതിയിട്ട ഈ കുറിപ്പിൽ നിന്നും അച്ഛൻ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ഈ ഇതിനകത്ത് കുട്ടികൾ എഴുതിയ കുറിപ്പുണ്ട്, അതായത് സെയിൻസിന്റെ പേരെഴുതിയ പേപ്പറുണ്ട്, അതിലൊരെണ്ണം അച്ഛൻ എടുക്കുക. ഒരെണ്ണം എന്നെ കാണിക്കുന്ന അച്ഛൻ എടുത്ത സെയിൻസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത് പറയാവോന്നൊന്ന് നോക്കട്ടെ. ചിലപ്പോൾ ശരിയാവാം, തെറ്റാം. തെറ്റിയെങ്കിൽ ഊരിയേക്കരുത്. ഒരു നിസ്സാര പാപം പോലും ചെയ്ത് എൻ്റെ നല്ല ദൈവത്തെ വേദനിപ്പിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഈ നിശ്ചയത്തെ ഊന്നിക്കൊണ്ട് ജീവിച്ച ഒരു സന്യാസി, കേരളത്തിന്റെ സകലപുഷ്പം, ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമ ആണോ അച്ഛാ? ഞാൻ അവസാനത്തേതെന്ന പോലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു ചിന്ത പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. പരിശുദ്ധ ത്രിത്വം നമുക്കത് നമ്മുടെ കൊച്ചുബുദ്ധിക്കൊന്നും അത് അതീതമല്ല. എന്താണ് പരിശുദ്ധ ത്രിത്വം? കുഞ്ഞുനാളിൽ കുഞ്ഞു കൈകൾ കൊണ്ട് അമ്മ മടിയിലിരുത്തി നെറ്റിയിൽ കുരിശ് വരപ്പിച്ചതും, കാറ്റക്കിസം ക്ലാസ്സിൽ ടീച്ചർ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ദൈവം ഒന്നേ ഉള്ളുവെന്നും ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നും പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേദപണ്ഡിതന്മാര് ഇതിന് പല ഉദാഹരണങ്ങളും നിരത്തി വയ്ക്കാറുണ്ട്. നമ്മുടെ ഈ ഹാളിൽ ഇപ്പോൾ ഈ ലൈറ്റുകളെല്ലാം, ഈ സ്റ്റേജിൽ ഒന്നും ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ 3 തിരി കത്തിച്ചു വയ്ക്കുക, ചുവപ്പ്, പച്ച, വെള്ള. എന്നിട്ട് അപ്പോൾ ഈ മുറി എന്തായിത്തീരും? ഈ ഹാൾ എന്തായിത്തീരും? ലൈറ്റെല്ലാം ഓഫ് ചെയ്തു, 3 തിരികൾ കത്തിച്ചു വയ്ക്കുന്നു. ഇവിടെ എന്തായിത്തീരും? ഈ റൂം, ഈ ഹാൾ. കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞേ. പ്രകാശം പരത്തും. ഏത് തിരിയിൽ നിന്ന് ആ പ്രകാശം വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം. ഒരിക്കൽ സെന്റ് അഗസ്റ്റിൻ അദ്ദേഹം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനായി ചിന്തിച്ചുകൊണ്ട് കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങകലെ ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ബാലൻ ഒരു കുഴി കുഴിച്ച് ഒരു കൊച്ചു കക്ക കൊണ്ട് ആ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെന്റ് അഗസ്റ്റിൻ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നത്? ആ ബാലൻ പറഞ്ഞു, ഞാനേ ഈ കക്ക കൊണ്ട് ഈ കടലിലെ വെള്ളം പറ്റുകയാണ്. അപ്പോൾ സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു, മോനെ ഇത് അസാധ്യമാണ്. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ചിന്തിക്കുന്നതും അസാധ്യം തന്നെ. അതെ, പരിശുദ്ധ ത്രിത്വം ഒരു സംഭവമാണ്. ഈ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്ന് പറയാം. നാം ഒരു ദിവസം എത്ര പ്രാവശ്യം കുരിശ് വരയ്ക്കും? ഉണരുമ്പോഴേ കുരിശ് വരയ്ക്കും, രാത്രി കിടക്കാൻ നേരത്ത് കുരിശ് വരയ്ക്കും. എത്ര എണ്ണം വരച്ചു എന്ന് എണ്ണാറുണ്ടോ? നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വരയ്ക്കാറുണ്ടോ? ആദ്യത്തെ കുരിശ് നമ്മളെ നെറ്റിയിൽ വരയ്ക്കുമ്പോൾ പിതാവായ ദൈവത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. തൻ്റെ സർവജ്ഞാനം കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ച, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ഓർക്കുന്നു. രണ്ടാമത് അധരങ്ങളിൽ വരയ്ക്കുമ്പോൾ ഈശോയെ ഓർക്കുന്നു, വചനം മാംസമായ യേശുവിനെ. മൂന്നാമത്തെ വര നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമായ
ഇവിടെ പരിശുദ്ധാത്മാവിനെ ഓർക്കുന്നു. അവസാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഒരു വലിയ കുരിശ് വരച്ച് പരിശുദ്ധ ത്രിത്വത്തെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹവും ഐക്യവും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇടവകയിൽ ദൃഢമൂലമായി തീരുമ്പോൾ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം. നമുക്കൊന്ന് നോക്കാം. എൻ്റെ കയ്യിൽ 3 കളറിലുള്ള ഒരു എന്താ പറയുക, ചരടോ വള്ളിയോ എന്ത് വേണേലും ആകാം. ഇതിൻ്റെ കളർ എന്താണ്? വൈറ്റ്. ഇത് ഗ്രീൻ. നമുക്ക് വേണമെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. അവസാനമായി ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ ഒരു ടിന്നിൻ്റെ 2 പാത്രമാണ്. ഒന്നിത് എംടി ആയ 2 പാത്രം. കുറച്ച് പഞ്ചസാരയാണ്. ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഈ പഞ്ചസാര ഇടാൻ പോവുകയാണ്. Thank you.